നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശ്വരുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സിലോട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സുകളിലായിട്ട് യൂദയുടെ ലേഖനത്തെക്കുറിച്ചും ലേഖനകർത്താവിനെ കുറിച്ചും മാത്രവുമല്ല പോരാട്ടം എന്ന ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ആ ലേഖനത്തെ കാണണമെന്നൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. മാത്രമല്ല ആ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ പോരാടുവാൻ ഒരു സൈന്യം വേണമെന്ന് നാം പഠിച്ചു. മാത്രമല്ല സൈന്യത്തിലെ അംഗങ്ങളെ ആരൊക്കെയാണ്, എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് നാം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പോരാടുന്ന ആ സൈന്യത്തിന് അവരെ ആ പോരാടുവാനുള്ള ശത്രു, ഏത് ശത്രുവിനോടാണ് നാം പോരാടേണ്ടതെന്ന് കഴിഞ്ഞ ആഴ്ച പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് അതായത് ശത്രുവിനെതിരെ പൊരുതി ജയിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു വിഷയം പഠിക്കുവാനായിട്ടാണ് നാം ഇന്ന് പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു താൻ നേരിട്ട ശത്രുക്കളുടെ മേലെ എങ്ങനെ ജയം കൊണ്ടു എന്ന് നമുക്ക് ഇന്ന് പലകാലം സന്ധ്യയെങ്കിലെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരാം. നാം ആ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ആ 3-ാം വാക്യത്തിലെ ഒരു പ്രയോഗം കൂടി പഠിച്ചിട്ട് മുൻപോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ അധ്യായത്തിന്റെ കാതലായ വാക്യം എന്നുള്ളത് 3-ാമത്തെ വാക്യമാണ്. ആ 3-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ച് അതിലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത വാക്യങ്ങളിലോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ 3-ാം വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കാണുമ്പോൾ ഈ വാക്യത്തിലുള്ള പദം നാം ശ്രദ്ധിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. ഭരമേൽപ്പിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ ആ പദത്തിന്റെ കാതല് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം കൂടി ആഴത്തിലൊന്ന് പഠിച്ചിട്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരാള് നമ്മുടേതല്ലാത്ത ഒരു കാര്യം ഏൽപ്പിക്കുക, അത് സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തില് അതിനെ സൂക്ഷിപ്പാനായിട്ട് ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ധനമായിക്കോട്ടെ സ്വകാര്യങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ നിലയിൽ നമ്മെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് പരമേൽപ്പിക്കുക എന്നുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നതായിട്ട് ഇവിടെ വാക്കുകളിൽ മനസ്സിലാകുന്നത്. ആ 1 കൊരിന്ത്യർ 4-ന്റെ 1-ാം അധ്യായം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാം വാക്യം. ആ വാക്യത്തിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാല്, ഈ ഒരു കാര്യം പരമേൽപ്പിക്കുമ്പോൾ ആ പരമേൽപ്പിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് നാം ശ്രദ്ധിക്കണം. അല്ലെ, വിശ്വാസമുള്ളവരോടാണ് നാം ഒരു കാര്യം ഉണ്ടാക്കുന്നത്, പറയുന്നത്, അല്ലെങ്കിൽ പരമേൽപ്പിക്കുന്നത്. നാം ഏത് നിലയിലാണോ ആ ഒരു വിഷയത്തെ കാണുന്നത്, അല്ലെങ്കിൽ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ ഒരാൾക്ക് നാം ഒരു കാര്യം ഏൽപ്പിക്കുന്നത്, അത് എങ്ങനെയായാലും അതൊരു വിശ്വസ്തനോടും കൂടി ആയിരിക്കണം. ആ നിലയിൽ ആ 1 കൊരിന്ത്യർ 4-ന്റെ 1-ാമത്തെ വാക്യത്തെ ഒന്ന് വായിക്കാമോ? ഞങ്ങളുടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ എണ്ണിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്നത് ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസ്തര ഉള്ള ആൾക്കാരാണ് ആ നിലയിൽ, അല്ലെ, മർമ്മങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാർ. ആ നിലയിൽ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അത് നമ്മളെ വിശ്വസ്തതയുള്ളവരായിട്ട് ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നാം വിശ്വസ്തതയുള്ളവരായിരിക്കുന്നത്? നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം, അല്ലേ, ആ വിശ്വാസം എന്താണ്? അതൊരിക്കലും ഇടയ്ക്ക് നശിച്ചു പോകുന്നതോ മാറ്റം വരുന്നതോ അതിനോട് ഏതെങ്കിലും ഒന്ന് കുറയ്ക്കുവാനോ കൂട്ടുവാനോ കഴിയാത്ത ഒരു വിശ്വാസം, ഒരു സുവിശേഷം, അതാണ് ഇവിടെ ഭരമേൽപ്പിക്കുന്നത്, അല്ലെ, വിശ്വസ്തന്മാർക്ക് ഭരമേൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ. നമ്മൾ എങ്ങനെയാ വിശ്വസ്തന്മാരായിരിക്കേണ്ടത്? കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് നിങ്ങൾ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണം, അല്ലെ. ആ നിലയിൽ വിശ്വസ്തയോടുകൂടി വേണം നാം ഈ ഭൂമിയിൽ ആയിരിക്കുവാനായിട്ട്, അല്ലെ. എന്തുകൊണ്ടാണ് നാം ആ കാര്യത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം എന്ന് പറയുന്നത്? കാരണം ആ സ്വർഗത്തിലുള്ള വചനം അതെന്നും ഒരുപോലെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിനൊരു മാറ്റവും വരുന്നതായിട്ട് നാം കാണുന്നില്ല, അല്ലെ. അതിനോടൊന്നും കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല, അതിനോട്
യാതൊരു മായം വരുന്നില്ല, അതല്ലേ? ആ നിലയിൽ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നാണ് എന്ത്? വചനം, സുവിശേഷം എന്ന് പറയുന്നത്. ആ നിലയിൽ നാമും അതുപോലെ തന്നെ വിശ്വസ്തരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഈ യൂദ ഈ വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് ആ നിലയിൽ പറയുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്, അല്ലേ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും നാം വായിക്കുന്നത് അതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാനോ കഴിയുകയില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? ആ നിലയിൽ നമുക്ക് കൈമാറിയിരിക്കുന്ന സുവിശേഷം ഒരു മാറ്റവും ഇല്ലാത്ത ഏറ്റവും ഭദ്രതയുള്ള ഉറപ്പുള്ള ഒന്നാണ്, അല്ലേ? ആ നിലയിൽ വേണം നാം വിശ്വസ്തയോടെ നമ്മിൽ വരമേൽപ്പിച്ചിരിക്കുന്ന അത് കാത്തു സൂക്ഷിക്കുവാനായിട്ട്. 1 തെസ്സലോനിക്കര് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കര് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ ഈ വരമേൽപ്പിച്ച കാര്യത്തെ പറ്റി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 1 തെസ്സലോനിക്കര് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞങ്ങളെ സുവിശേഷം വരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവത്തെ അത്ര പ്രസാദിപ്പിക്കുന്നത്, അല്ലെ? ആ വരമേൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ, അല്ലെ? കൊള്ളാകുന്നവർക്കാണെന്ന് ആ നിലയിൽ വരമേൽപ്പിക്കുന്ന ഒരു കാര്യം ഏൽപ്പിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെ? അതാരാ പറഞ്ഞ? പത്രോസാണ് അത് പറയുവാനായിട്ട് ഇടയായിത്തത്. പത്രോസിനോട് ചേർന്ന് യൂദയും ഇവിടെ പറയുന്നത് എന്താ? ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അപ്പൊ രണ്ടുപേരും ഒരേ ആശയം തന്നെ ഒരേ അർത്ഥത്തോടു കൂടി പറയുന്നതായിട്ട് പൗലോസിനോട് ചേർന്ന് യൂദയും അതേ ആശയം തന്നെ ഇവിടെ മുൻപോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി 1 തിമോത്തി 1:11 വാക്യം കൂടെ വായിക്കാം നമുക്ക്. അവിടെയും പൗലോസ് പരിജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് വരമേൽപ്പിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്ന വാക്യത്തിൽ കൂടി. ഈ പരിജ്ഞാനം എങ്കിൽ വരമേൽപ്പിക്കുന്നതായി ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അവസരമായത് തന്നെ. ഇവിടെയും പൗലോസ് പറയുകയാണ് പരിജ്ഞാനം എന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ആ നിലയിൽ പൗലോസിനോട് ചേർന്ന് യൂദയും ഒരേ കാര്യം തന്നെ, ഒരേ ആശയം തന്നെ മുൻപോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാലം കഴിയും തോറും കൈമാറും തോറും അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. തലമുറകൾ മാറി വരുന്നു എങ്കിൽ അവർ പറയുന്ന ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ആ വചനത്തിന് യാതൊരുവിധ മാറ്റവും വരുവാനായിട്ട് പാടില്ല. കാലങ്ങൾ കഴിയും തോറും കൈമാറ്റം ചെയ്യും തോറും അതിന് യാതൊരുവിധ മാറ്റവും ആ വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് സുവിശേഷത്തിന് യാതൊരു മാറ്റവും വരുവാൻ പാടില്ല എന്ന് നമുക്ക് കാണുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അടിവരയിട്ട് പറയുന്നത് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. നമ്മുടെ പോരാട്ടം അതിനു വേണ്ടി, അല്ലെ? മാറ്റം വരുന്ന ഒന്നിനു വേണ്ടി ഉള്ളതല്ല, സ്ഥിരതയുള്ള ഒന്നിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, അല്ലെ? ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അതൊരു യുദ്ധക്കളമാണ്, അല്ലെ? ആ നിലയിലാണ് യൂദ ഇവിടെ ഇതൊക്കെ പറയുന്നത്. 2 തിമോത്തി 2:2 കൂടെ വായിക്കാം. 2 തിമോത്തി 2:2. അവിടെ ആ കൈമാറപ്പെടുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന ആ വചനത്തെ, സുവിശേഷത്തെ പറ്റി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 2 തിമോത്തി 2:2. എങ്ങനെയുള്ളവർക്കാണ് അത് കൈമാറുന്നതിനെ പറ്റി? ഈ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവർ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരമേൽപ്പിക്കാം. അപ്പോൾ വിശ്വസ്ത മനുഷ്യരെ ഇവിടെ വരമേൽപ്പിച്ചു എന്ന് പൗലോസ് പിന്നെയും ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ വരമേൽപ്പിക്കപ്പെടുന്ന വിശ്വാസം എന്നുള്ളതിന്. അറിയാം. അതുകൊണ്ട് യൂദയും അതേ കാര്യം തന്നെയാണ് ഇവിടെ അടിവരയിട്ട് പറയുന്നതായിട്ട് കാണുന്നത്, അല്ലേ? നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നാം അത്രമാത്രം വിശ്വസ്തതയുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് അടിവരയിട്ട് പറയാമല്ലോ. നമുക്കറിയാം, യൂദ ലേഖനം എഴുതിയപ്പോൾ ഇതിനു മുമ്പ് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എഴുതുവാനാണ് താൻ ആഗ്രഹിച്ചത്. എന്നാൽ ആ കാലത്തിൽ വന്ന അല്ലെങ്കിൽ ആ കാലക്രമേണ ആ സഭകളിൽ വന്ന ദുരുപദേശം വർദ്ധിച്ചപ്പോഴാണ്, ആ വചനത്തിന് മാറ്റം സംഭവിച്ചപ്പോൾ, ആ വചനത്തിന് മായം കലർന്നപ്പോൾ, അതിൽ നിന്ന് ചിലത് മാറ്റിയപ്പോൾ, അതിൽ ചിലത് കൂട്ടിയപ്പോഴാണ് താൻ ആ ചിന്താഗതിയിൽ നിന്ന് മാറി ഈ ലേഖനത്തിലേക്ക് കടന്നു വന്നതെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ഇനി 1 കൊരിന്ത്യർ 4:1 അധ്യായം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:1. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളും. നമ്മൾ ആ നിലയിൽ ദൈവത്തിന്റെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരം നമ്മൾ ഒരു വട്ടം വായിച്ചതാണ്, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ.
അതായത് ഇങ്ങനെ കൈമാറുന്നില്ലെങ്കിൽ, അതായത് ദൈവവചനം ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ തലമുറകളിലേക്ക് കൈമാറുന്നില്ലെങ്കിൽ നാം എന്തായി തീരും? അവിശ്വസ്തരായിട്ട് തീരും. അവിശ്വസ്തരായിട്ട് തീർന്നാൽ, അല്ലെങ്കിൽ നാം ആ വചനത്തെ കൂട്ടിക്കളഞ്ഞാൽ, നാം പറഞ്ഞു അവർക്ക് ശിക്ഷാവധി ഉണ്ട്. അവരുടെ ശിക്ഷാവധി ഒരിക്കൽ പണ്ടേ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു അല്ലേ? ആ നിലയിൽ ആ ന്യായവിധി അവർക്ക് എന്തായാലും, അതായത് ദുരുപദേശം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് കുറയ്ക്കുന്നവരെ, കൂട്ടുന്നവരെ, ആ നിലകളിൽ അതിന് മാറ്റം വരുത്തുന്നവർക്കുള്ള ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നുവെന്ന് നാം ഈ വചനത്തിൽ കൂടി കാണുവാനായിട്ട് സാധിച്ചായിരുന്നു അല്ലേ? ഇനി നാം ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 5, 6, 7 വാക്യങ്ങളാണ് നമുക്ക് ഇനി ചിന്തിക്കുവാനായിട്ടുള്ളത്. 5, 6, 7. അതിന് മുൻപുള്ള വാക്യങ്ങളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. നമ്മൾ പഠിക്കാറ്. കാരണം ഇനി നമുക്ക് നമ്മുടെ വിഷയം എന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഇനി താഴോട്ടുള്ള വാക്യങ്ങളിൽ കൂടി നമ്മുടെ വിഷയം എന്നത് വിശ്വാസത്തിലോട്ട് പോവുകയാണ്. വിശ്വാസം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ മാറ്റം വരുമ്പോൾ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ള വാക്യങ്ങളാണ് നാം ഇനിയുള്ള വാക്യങ്ങളിൽ കൂടി പഠിക്കുവാനായിട്ട് തീരുന്നത്. കാരണം നാം ഇത്ര നേരം ആ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചു അല്ലേ? പരമേൽപ്പിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ വിശ്വാസത്തിൽ പോരാടണം, വിശ്വാസത്തിന് വേണ്ടി പോരാടണം അല്ലേ? ആ സൈനികരായിട്ട്, കർത്താവിൻ്റെ സൈനികരായിട്ട് നാം നിൽക്കണമെന്നാണ് നാം ഇത്രയും ക്ലാസ്സുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമുക്കറിയാം, അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ പഴയകാല തലമുറകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേര് ജീവത്യാഗം ചെയ്തും തങ്ങളുടെ ജീവനെ കൊടുത്തും ഈ വചനത്തെ കാത്തു സൂക്ഷിച്ച അനേകരുണ്ട്. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ വേണം നാമും ഇങ്ങനെ മുൻപോട്ട്. ജീവന് എന്ത് സംഭവിച്ചാലും, അതല്ല ഉപദ്രവം നേരിട്ടാലും, നമുക്ക് അപമാനം നേരിട്ടാലും, എന്ത് ചെയ്താലും നാം ആ വിശ്വാസം എന്താണ് മുറുക്കെ പിടിപ്പിക്കണം അല്ലേ? നാം ആദ്യം പറഞ്ഞതുപോലെ ആ സ്മരണയിലെ ആ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവിടെ കണ്ടതുപോലെ നിങ്ങൾ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണമെന്ന് നാം കണ്ടു. അതുപോലെ വിശ്വസ്തതയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ശിക്ഷാവധി വരും. ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നാം പഠിക്കാൻ പോകുന്നത് ആ കാര്യമാണ്. വിശ്വസ്തയോടെ നിൽക്കണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നാം പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു, നാം ദൈവത്തിൻ്റെ സൈനികരാണ്, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയെങ്കിൽ നാം ഭയമുള്ളവരായിരിക്കാൻ പാടില്ല. കാരണം സൈനികരെ സംബന്ധിച്ച് അവന് യുദ്ധം എന്തായാലും ഉണ്ടാവും. അങ്ങനെ ആ ഭയമുള്ളവർക്ക് ആ സൈന്യത്തിൽ നിൽക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. എന്നും ധൈര്യമുള്ളവന്, അല്ലെങ്കിൽ ഉറപ്പുള്ളവന് മാത്രമേ യുദ്ധം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവന് ആ വിഷയം യുദ്ധത്തിൽ പേടിയുണ്ടെങ്കിൽ അതിനു മുമ്പേ അവന് ആ ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ട്രെയിനിങ് ഒക്കെ പാസ്സായതിനു ശേഷമാണ് ഒരാളെ ഒരു സൈന്യത്തിൽ ചേർക്കുന്നത്. കാരണം അവനൊരു യുദ്ധം ചെയ്യുവാനായിട്ട് പോവുകയാണ്, അവനൊരു പോരാളിയാകാൻ പോവുകയാണ്. ആ നിലയിൽ ആയിരിക്കണം ഒരു സൈനികൻ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം ആ യുദ്ധത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അഭക്തരായ വിശ്വാസികൾക്കെതിരെ പോരാടാൻ പോകുമ്പോൾ നാമും ആ ബേസിക് ആയിട്ടുള്ള അറിവുകൾ നേടിയിരിക്കണം അല്ലേ? നമുക്ക് വചനത്തിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ വചനത്തിന് മാറ്റം വരുത്താതെ നമുക്ക് മറ്റൊരാളെ ഉപദേശിക്കുവാനായിട്ട് പാടുള്ളൂ. ആ നിലയിൽ നാം ഉപദേശിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയം പാടില്ല ഒരിക്കലും ജീവിതത്തിൽ. അതായത് ആ സുവിശേഷം ലജ്ജയോടുകൂടെ പറയുവാൻ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനും ആ വചനത്തിന് മാറ്റമില്ലാതെ മറ്റുള്ളവരോട് പറയുവാനുള്ള ധൈര്യം വേണം. നമുക്ക് അതിനുള്ള ട്രെയിനിങ് വേണം, നമുക്കതിനുള്ള ഇച്ഛാശക്തി വേണം, നമുക്ക് ബുദ്ധി വേണം, അതിനെപ്പറ്റിയുള്ള അറിവ് വേണം നമുക്ക്. ആ നിലയിൽ നാം ഓരോ ദിവസവും ആ വചനം പഠിക്കുന്നവരായിട്ട് വേണം ഈ ഭൂമിയിലായിരിക്കാൻ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നാം ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അവിടെ ആ വിശ്വാസ പോരാട്ടത്തിൽ കർത്താവ് എങ്ങനെയാണ് ആ ശത്രുക്കളുടെ മേല് ജയം കൊണ്ടാടിയത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് പോവുകയാണ്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നാം ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഇവിടെ യൂദ ആ ദുരുപദേശങ്ങളുടെ കാര്യം പറയുമ്പോൾ പഴയ നിയമ ചരിത്രത്തിലേക്ക് നമ്മെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 3 പഴയകാല ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ചരിത്രം നമ്മുടെ മുമ്പിൽ മാതൃകയാക്കി വെച്ചുകൊണ്ട് നാം എങ്ങനെയാണ് ദൈവം അവരോട് വിശ്വാസത്യാഗികളോട്, അല്ലെങ്കിൽ ആ വചനത്തിൽ ഉറപ്പില്ലാത്തവരോട് എങ്ങനെ ദൈവം പെരുമാറിയെന്ന്, അല്ലെങ്കിൽ അവരുടെ മേൽ എങ്ങനെ ജയം കൊണ്ടാടിയെന്ന് നാം ഇവിടെ കാണാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്കറിയാം പത്രോസും ഇതേ നിലയിൽ ആ ദുരുപദേശങ്ങളുടെ കാര്യം പറയുമ്പോൾ ആ പഴയ നിയമ ആ ചരിത്രം 3 പഴയ നിയമ ചരിത്രങ്ങൾ ഇതുപോലെ തന്നെ എടുത്ത് പഠിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് കാണുവാനായിട്ട് സാധിക്കുന്നത് 2 പത്രോസ് 2:4 മുതൽ 9 വാക്യങ്ങളാണ്. നമുക്കറിയാം ഈ പത്രോസും ഏകദേശം യൂദ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇതിനു മുമ്പ് പത്രോസും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന 3 പഴയ ചരിത്ര സംഭവങ്ങളാണ്. അതൊന്ന് വായിക്കാം. 2 പത്രോസ് 2:4-9 വാക്യങ്ങൾ. അവൻ ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ സംഖ്യയായിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും 9 വരെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തിയിട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾത്തോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നിന്നുകൊണ്ട് അവരുടെ ദുഷ്കാമപ്രവൃത്തിയാൽ പറഞ്ഞുപോയ നീതിമാനായ ലോകത്തിനെ വിധിക്കുകയും ചെയ്തു. ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസ് പറയുന്നത് വീണുപോയ ദൂതന്മാരുടെ കാര്യം പറയുന്നു, നോഹയും ജലപ്രളയവും പറയുന്നു, പിന്നെ ലോകത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ യൂദ 5, 6, 7 വാക്യങ്ങൾ നാം വായിക്കുന്നത് ആദ്യം വായിച്ചപ്പം നോഹയ്ക്കും ജലപ്രളയത്തിനും പകരം ഇവിടെ നാം കാണുന്നത് ഇസ്രായേലിന്റെ കാര്യം പറയുക അല്ലെ. ഇസ്രായേലിന്റെ കാര്യമാണ് പറയുന്നത്, പഴയ ചരിത്ര കാര്യമാണ് പറയുന്നത്. പിന്നെ ഇവിടെ യൂദ പറയുന്നത് വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറയുന്നു, സോദോമും ഗോമോരയും പറയുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ അധികാരത്തെ എതിർത്ത് സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞ് വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞവർക്കെതിരെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ 2 ലേഖനത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നാം കണ്ടത് 1 ഇവിടെ ആദ്യം വായിച്ച് ഇസ്രായേലിന്റെ കാര്യം പറയുകയാണ്. ഇസ്രായേലിന്റെ കാര്യം ഒന്നാമത്തെ കാര്യം. 2 പറയുന്നത് വീണുപോയ ദൂതന്മാരെ കുറിച്ച്. 3 സോദോമും ഗോമോരയും അല്ലെ. ആ നിലയിലാണ് യൂദ ഇവിടെ ചരിത്ര സംഭവങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മാതൃക വെച്ചിരിക്കുകയാണ്. ഈ 3 സംഭവങ്ങൾ കൂടി നാം കാണുന്ന കാര്യം വിശ്വാസ ത്യാഗികളെ ദൈവം ആ വിശ്വാസത്തിന് കീഴ്പ്പെടാത്ത ആളുകളെ സ്വയം വിധിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് അല്ലെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ വിശ്വാസ ത്യാഗികൾക്ക് ഭക്തരായ മനുഷ്യർക്ക് എന്തുണ്ട് ശിക്ഷാപതി ഉണ്ട്. ആ നിലയിൽ നാം ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവിടെ നാം ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഇസ്രായേലിന്റെ ശിക്ഷാവിധികളെ അവർക്ക് നേരിട്ട ആ ശിക്ഷകളെ കുറിച്ച് നാം കാണുവാനായിട്ട് പോവുകയാണ്. ഈ മത്തായിയുടെ ശിക്ഷ എടുക്കുന്ന 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ അധർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസത്യാഗികളായ അഭക്തരായ മനുഷ്യരെ കുറിച്ച്, അതിൽ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എനിക്കെതിരെ പ്രവർത്തിക്കുന്നവനെ, എനിക്കെതിരെ നിൽക്കുന്നവരെ, അതായത് വചനത്തിൽ ഉറപ്പില്ലാത്തവരെ, ആ വചനത്തെ എതിർത്ത് ഭീരുക്കളായിട്ട് ഈ ഭൂമിയിൽ അവിശ്വാസികളായിരിക്കുന്നവരോട് കർത്താവ് പറയുന്നൊരു കാര്യം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അല്ലേ. ഇനി നമുക്ക് ബാക്കി 5 മാത്രം ഒന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോവാം. ഇസ്രായേലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. മിസ്രൈമിൽ നിന്ന് കർത്താവ് രക്ഷിച്ച ഇസ്രായേൽ ജനത്തെ കുറിച്ച് നാം ഇവിടെ കാണുകയാണ് അല്ലെ. മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെ. ആ നിലയിൽ നമുക്കറിയാം ഇസ്രായേലിലുള്ളത് എല്ലാവരും വിടുവിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ എല്ലാവരും ആ വാഗ്ദത്ത നാട്ടിലെത്തിയോ? ഇല്ല അല്ലെ. എല്ലാവർക്കും ഒരു പദവി കിട്ടി, വിടുവിക്കപ്പെട്ടവരെന്ന പദവി കിട്ടി. എന്നാൽ ആ വാഗ്ദത്ത നാട്ടിൽ എത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ആർക്കൊക്കെ എത്തുവാനായിട്ട് കഴിഞ്ഞത്?
യോശുവ, കാലേബ് അല്ലേ, ഈ 2 വ്യക്തികൾക്ക് മാത്രമേ എത്തുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഏകദേശം 6 ലക്ഷം പേരോടാണ് മിസ്രൈമിൽ നിന്ന് കർത്താവ് വിടുവിച്ചു കൊണ്ടുവന്നത്. എന്നാൽ അവരുടെ അവിശ്വാസ നിമിത്തം അവസാനം 2 പേര് മാത്രമാണ് ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് അല്ലേ. ഇനി ഒരു സംഖ്യാപുസ്തകം 13-14 എടുക്കണ്ട, പറഞ്ഞു പോകും. ആ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ആ മോശയുടെ നേതൃത്വത്തിൽ യോശുവയും കാലേബും ജനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആ വിശ്വാസത്തിൽ നയിച്ചിട്ട് അവരെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. അവർക്ക് വേണ്ടി പ്രയത്നിച്ച് മുൻപോട്ട് പോവുക. എന്നാൽ ആ വാഗ്ദത്ത നാടിന് അടുത്തെത്തിയപ്പോൾ അവര് പറഞ്ഞ കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് ആ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ ഭയത്തോടെ നിന്ന് അവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ആ സംഖ്യാപുസ്തകം 14 എടുത്തു. അവിടെ 3-4 വാക്യങ്ങൾ വായിക്കാം. നമുക്ക് പറഞ്ഞതിന് മുമ്പോട്ട് പോകാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുകയല്ല ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുക എന്നും അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹ്റോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന്റെയും മുൻപാകെ കവിഞ്ഞു വീണു. വാഗ്ദത്ത നാടിന്റെ ആ അരികിൽ വരെ എത്തിയ ഇസ്രായേൽ ജനത്തിന് ഭയമുണ്ടായി അല്ലേ. ജനത്തിന് ഭയമുണ്ടായി, വിശ്വാസക്കുറവുണ്ടായി, പ്രവേശിക്കുവാനായിട്ട് അവർക്ക് കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, നിങ്ങളെ കൊല്ലുവാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്ന് അവർ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് അവർക്ക് ഒരു നേതാവിനെ നിശ്ചയിക്കണം അല്ലേ. നേതാവിനെ നിശ്ചയിച്ചിട്ട് 13-14 വായിച്ചല്ലേ, നിശ്ചയിച്ചിട്ട് ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ആ മിസ്രൈമിന്റെ ആധിപത്യത്തിന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് അവർ പറയുന്ന ഒരു കാഴ്ചയാണ്. കർത്താവ് ഓൾറെഡി ഒരു തലവന്മാരെ നിയമിച്ച് കർത്താവ് തൻ്റെ ആ പദ്ധതിയിൽ കൂടി ആ ജനത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ അവർക്ക് ഭയവും വിശ്വാസക്കുറവൊക്കെ ഉണ്ടായപ്പോൾ അവര് ആ കർത്താവിനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ അവിടെ പേടിച്ച് നിന്ന് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു പുതിയ തലവനെ വേണം, എന്നിട്ട് ഞങ്ങളെ തിരികെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വാസ്തവത്തിൽ ദൈവഹിതത്തിനെതിരെയുള്ള അവരുടെ ഒരു മത്സരമായിരുന്നു അതല്ലേ. കർത്താവ് ഒരു മത്സരമായിട്ടാണ് കണ്ടത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇതൊരു മത്സരമായിരുന്നു. അതിന് ഫലമായിട്ട് എന്താ സംഭവിച്ചത്? സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29-30 വായിക്കാം. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. ജിഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. ഇനി 33-34 വായിക്കാം. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്തി ബന്ധം വഹിക്കും. ഈ വായിച്ച വാക്യങ്ങളിലെ ദൈവത്തിന്റെ തീരുമാനം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലേ. ദൈവം ഒരു തീരുമാനം പറയുക. ഇവിടെ എന്താ പറയുക, 20 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും 40 കൊല്ലം അലഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും അല്ലേ. നിങ്ങളുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീഴും, നിങ്ങൾ കൊള്ളയായി പോകുമെന്നൊക്കെ വളരെ വ്യക്തതയോടുകൂടി വളരെ വ്യക്തതയിൽ കർത്താവ് അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുകയാണ് അല്ലേ. എന്താ അതിനുള്ള കാരണം? എന്താ? അവർ അവിശ്വാസികളായിരുന്നു, അവർ ഭയം പ്രകടിപ്പിച്ചു അല്ലേ. അതുവരെ അവർ നടത്തിയ കാര്യങ്ങളൊക്കെ അവർ മറന്നു പോയെന്ന് നാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ അതിൻ്റെ ആത്മീയ വശം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരൊരു കൂട്ടം, അവർ ഒരുമിച്ചാണ് ദൈവം അവരെ വിളിച്ചത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത്. എങ്കിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ അവിശ്വാസം അല്ലെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിൽ ഇപ്പം ഞങ്ങൾ വിശ്വാസികൾ എല്ലാവരും വിശ്വാസികളാണ്, അല്ലെങ്കിൽ വിശ്വാസികളോട് കൂടിയാണ് ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ ആ വ്യക്തിപരമായിട്ട് നാം രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ കൂടെയുള്ളവർ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ വിശ്വാസം എത്രത്തോളം ആ വിശ്വാസത്തിന് ഉറപ്പുള്ളതാണോ എന്ന് നമുക്ക് നോക്കുവാനായിട്ട് ഇടയായിട്ടാണ്. ഇവിടെ നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് ഒരു ദേശം മുഴുവൻ വിടുവിക്കപ്പെട്ടു അല്ലേ. ഒരു ദേശം മുഴുവൻ വിടുവിക്കപ്പെട്ടു. എന്നാൽ 2 പേര് മാത്രമേ ആ വാഗ്ദത്ത നാട്ടിലെത്തുള്ളൂ. അതിന് മധ്യേ നമുക്ക് നോക്കുമ്പോൾ ആ ദൈവത്തിന് ആ വിശ്വാസം ഉറപ്പില്ലാത്തവരെ ദൈവം മരുഭൂമിയിൽ ശവങ്ങളായി പോയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലേ. അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം, വ്യക്തിപരമായ വിശ്വാസം അവരെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലേ. ആ നിലയിൽ നമുക്കറിയാം, ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ആകയാൽ താൻ നിൽക്കുന്നവനെന്ന് ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്, അല്ലെ? ഒരു വ്യക്തിയുടെ കാര്യമാണ്, ഒരു രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ദേശത്തെ കുറിച്ചല്ല പറയുന്നത്. താൻ ഒരാളെ കുറിച്ച് മാത്രമാണ് ഇവിടെ. ആകയാൽ താൻ നിൽക്കുന്നവനെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ, അല്ലെ? അതല്ലേ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് അതായത് വ്യക്തിപരമായ ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? ആ നിലയിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ആ വിശ്വാസത്തിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഉറപ്പുണ്ടായിരിക്കണം വിശ്വാസത്തെക്കുറിച്ച്, അല്ലെ? ഉറച്ചു നിൽക്കുക, മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. രക്ഷിക്കപ്പെട്ട കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാം ആ നിലയിൽ ആയിരിക്കണം. അതായത് നാം ആ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. യൂത ചരിത്രത്തിൽ യൂത വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്, അല്ലെ? വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു രക്ഷ, അല്ലെ, ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൊരു പാട്ടിൽ ഇങ്ങനെ പാടുന്നുണ്ട്, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ആ പാട്ടൊന്ന് പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. അവിടെ യുദ്ധത്തെ പറ്റി പറയുമ്പോൾ അവസാന ശ്വാസം വരെയും ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം ദൈവം നടത്തിയ കാര്യങ്ങളിൽ അവിശ്വസ്തരായിരുന്നപ്പോൾ ദൈവം അവരോട് ഇടപെട്ട രീതിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്, അല്ലെ? വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിക്കാതെ അവരെ മാറ്റി നിർത്തിയതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം എന്ന് ആ യൂത നമ്മെ അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെ? വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം, ആ ദൈവത്തിന്റെ വചനത്തെ സംശയിക്കുന്നവരായിരിക്കരുത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആ ഇസ്രായേൽ ജനത്തിന്റെ ആ കാര്യം പറഞ്ഞുകൊണ്ട് യൂത നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? നമുക്കറിയാം, ഒരു യുദ്ധം ഭംഗിയായിട്ട് ജയിക്കണമെങ്കിൽ അവിടെ ആ യുദ്ധത്തിൽ നമ്മൾ ഭയമില്ലാതെ ഉറച്ചു നിൽക്കണം, അല്ലെ? പേടിക്കുന്നവരായിട്ട് ഇരുന്നാല് നമുക്ക് ആ യുദ്ധം ജയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരില്ല. ആ നിലയിൽ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ആ വിശ്വാസക്കുറവുള്ളവരായിട്ടല്ല, ഉറപ്പുള്ളവരായിട്ട്, വിശ്വാസത്തില് ആ സ്ഥിരതയുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ആ നിത്യതയിലെ കർത്താവിനോട് കൂടി ആ വാസം ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. ഇനി അടുത്ത 2 വാക്യങ്ങളിലാണ് കൂടി വീണുപോയ യൂതന്മാരെ കുറിച്ചും സോദോമും ഗോമോറയെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ നേരത്തെ നിർത്തിയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത ആഴ്ച ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ്, മാത്രവുമല്ല വീണുപോയ യൂതന്മാരെ കുറിച്ചും അതുപോലെ സോദോമും ഗോമോറയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അടുത്ത ആഴ്ച ക്ലാസ് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു.